കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന രാത്രി വീണു എന്ന വാർത്ത. ആനയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കും ഭാഗം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഇന്നലെ രാത്രി കാട്ടാന വീണത്. പുലർച്ചെ നേരം പുലരാറായപ്പോഴാണ് ആന വീണത് എന്ന നിഗമനവുമുണ്ട്. പ്രദേശത്ത് കാട്ടാനകൾ കൂട്ടമായി എത്താറുള്ളൊരു സ്ഥലം കൂടിയാണ്, അങ്ങനെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. വിനിത വി ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ഇതിപ്പോൾ സ്ഥിരം ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അല്ലേ? കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നു, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതിപ്പോൾ ആനയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഏറ്റവും ആദ്യം നടക്കുന്നത് അല്ലേ? തീർച്ചയായും പോലെ തന്നെയാണ് അത്തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളും പറയുന്നത്. കാരണം ഇങ്ങനെ ശക്തമായി ആനകൾ എത്തുകയും അത് അവിടുത്തെ കൃഷിയിടങ്ങളിലേക്കൊക്കെ കടക്കുകയും വലിയ രീതിയിൽ നാട്ടുകാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിങ്ങനെ തുടരുകയാണ്. ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാട്ടാനകൾ കൂട്ടമായി എത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇങ്ങനെ എത്തിയ ആനകളിൽ ഒന്നാകാം ഈ കിണറ്റിൽ വീണിട്ടുണ്ടാവുക എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ ഈ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ആന വീണിരിക്കുന്നത്. ഒരു കുട്ടി ആനയാണ് വീണതെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രദേശത്തെ JCB ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ കിണർ വലുതാക്കി ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് പുലർച്ചയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണിട്ടുണ്ടാവുക എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ശരി. കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ആന വീണത്. ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാകാം ആന കിണറ്റിൽ വീണത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ സ്ഥിരമായി കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിൻ്റെ ആശങ്കയുമൊക്കെ നിലനിൽക്കുന്ന സമയം കൂടിയാണ്.